നിസ്കാരത്തിലെ സലാം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി പറയുന്നു. ഇന്ന് പല നാട്ടിലും കല്യാണ സദസ്സുകള് സുബ്ഹാനല്ലാഹ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയൂല. കല്യാണം മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണമാണോ? കല്യാണം കഴിക്കൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള കല്യാണത്തിന്റെ വിഷയത്തിൽ നിക്കാഹിന്റെ സദസ്സിൽ ഉസ്താദുമാരുണ്ടാകും. സുബ്ഹാനല്ലാഹ് അതിന്റെ മുമ്പും ശേഷവും നടക്കുന്ന കടുത്ത ഹറാമുകൾ ഈ ഉമ്മത്തിന് വലിയ ശാപമായി മാറുന്നു. എൻഗേജ്മെന്റ് ഡേറ്റ് തീരുമാനിച്ചാൽ തന്നെ അന്യ പെണ്ണുമായിട്ട് കറങ്ങിയിട്ട് സേവ് ദ ഡേറ്റിന്റെ വീഡിയോ എടുത്തിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കാണിക്കുന്ന ഹറാമ് കൊണ്ട് കല്യാണം തുടങ്ങുന്ന ചെറുപ്പക്കാരില്ലേ? എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. കല്യാണത്തിന്റെ ദിവസം നല്ല ദിവസം നോക്കിയാ തീരുമാനിക്കല്. കല്യാണം നിശ്ചയിക്കാന്നുള്ള പരിപാടി അല്ലേ? എന്താ ഒരു കുറെ കാരണന്മാര് തോളിലൊക്കെ ഷാളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ഉസ്താദെ ഒക്ടോബർ 5 ശനിയാഴ്ച നോക്കി നെഹ്സുണ്ടോ? നെഹ്സില്ല എന്നാ ഉറപ്പിക്കല്ലേ? അൽ ഫാത്തിഹ. എന്തോ ഭയങ്കര നിശ്ചയ. അങ്ങനെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാലോ ആ കല്യാണത്തിന്റെ ദിവസം ചേരാത്ത രൂപത്തിൽ ളുഹ്റും അസ്റും മഗ്രിബും ഇശാഉം നിസ്കരിക്കാത്ത മണവാട്ടിമാരുള്ള കല്യാണങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ചെറുപ്പക്കാര് കല്യാണത്തിന് പ്രത്യേക പാക്കേജാ ബാർബർ ഷാപ്പിൽ. എന്നിട്ടോ 150 രൂപ എടുത്ത് മുടി കിട്ടതിന് പകരം 3000 രൂപ കൊടുത്തിട്ട് തലയിൽ പെയിന്റ് അടിച്ചു വരിക, കറുത്ത പെയിന്റ്. എന്നിട്ടോ മേക്കപ്പ് ചെയ്തിട്ട് ജനാബത്ത് കുളിച്ചാൽ പോലും കുളി ശരിയാവാത്ത രൂപത്തിൽ ശരീരത്തിലൊക്കെ പെയിന്റ് അടിച്ചിട്ട് പണം കൊടുത്ത് ഹറാമ് ചെയ്യുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാം സൗന്ദര്യബോധമുള്ള മതമാണ്. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ നടന്നു പോകുമ്പോ